LDF യോഗത്തിലെ ധാരണയനുസരിച്ചാണ് ഒഴിപ്പിക്കൽ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ മുഖ്യമന്ത്രി റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്. കുരിശു പൊളിച്ചതിനും പോലീസിനെ അറിയിക്കാതെ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതിനും ജില്ലാ കളക്ടറെയും ദേവികുളം സബ് കളക്ടറെയും ശാസിച്ച മുഖ്യമന്ത്രി വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനാണ് മുൻഗണന നൽകേണ്ടതെന്നും പറഞ്ഞു. ഒഴിപ്പിക്കൽ നടപടികൾ തുടരുന്നതിനു മുമ്പ് വിവിധ തലങ്ങളിലുള്ളവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. സർക്കാർ അത്തരമൊരു നടപടി സ്വീകരിക്കുന്നതിന് മുൻപായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം വിളിക്കാൻ ഉദ്ദേശിക്കുന്നു. പരിസ്ഥിതി പ്രവർത്തകരെ കൂടി ഒരു യോഗം വിളിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. വിവിധ മതാധ്യക്ഷന്മാരുടെ യോഗവും ഇതിന്റെ ഭാഗമായി വിളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ജനപ്രതിനിധികളെ വിശ്വാസത്തിലെടുക്കണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രി ജില്ലയിൽ നിന്നുള്ള മന്ത്രി M.M. മണിയുമായും കൂടിയാലോചന നടത്തണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മെയ് 21 നിശ്ചയിച്ചിരുന്ന പട്ടയമേളയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കാത്തതിലും മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തി. എന്നാൽ ഒഴിപ്പിക്കൽ നിർത്തിവെക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നായിരുന്നു യോഗത്തിന് ശേഷം റവന്യൂ മന്ത്രിയുടെ പ്രതികരണം. പട്ടയമേളയുടെ പേരിൽ റവന്യൂ വകുപ്പിനെ വിമർശിച്ചിട്ടില്ലെന്നും മന്ത്രി പ്രതികരിച്ചു. വളരെ നേരത്തെ തന്നെ LDF പ്രഖ്യാപിച്ചതും പലതവണ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുമായ വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുമെന്നത് ആവർത്തിച്ച് തീരുമാനിച്ചിരിക്കുകയാണ്. ആ തീരുമാനവുമായി മുമ്പോട്ട് പോകാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പരിസ്ഥിതി ലോല പ്രദേശമായതിനാൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഒഴിവാക്കണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം യോഗത്തിൽ അംഗീകരിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.